Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Cbse 10 Chapter 2 Polynomials Part 4 ആണ്. Part 3-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ക്യൂബിക് പോളിനോമിയലിന്റെ ജിയോമെട്രിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ സൊല്യൂഷൻ അല്ലെങ്കിൽ സീറോസ് ഫൈൻഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുൻപുള്ള പ്രീവിയസ് പാർട്ടുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ്. അതായത് ഒരു ക്വാഡ്രാറ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ക്യൂബിക് ആണെങ്കിലും അതിന്റെ സീറോസും അതുപോലെ തന്നെ ആ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ ആണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത്. ആ ഒരു റിലേഷൻ ഇവിടെ പറയുകയാണ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ പോളിനോമിയൽ എങ്കിൽ സം ഓഫ് സീറോസ്, അതായത് ഇതിലെ ഫസ്റ്റ് സീറോ ആൽഫ എന്നും സെക്കൻഡ് സീറോ ബീറ്റ എന്നും വിചാരിക്കാം. ഇപ്പോൾ രണ്ട് സീറോസ് ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് സീറോ എന്താണ് ആൽഫ ആൻഡ് സെക്കൻഡ് സീറോ ബീറ്റ എന്നും വിചാരിക്കാം. അപ്പോൾ ഈ സീറോസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫൈൻഡ് ചെയ്യുന്നു. അതായത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതെങ്കിലും സൊല്യൂഷൻ മെത്തേഡിലൂടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ടു സീറോസ് ഫൈൻഡ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് സീറോ ആൽഫ എന്നും സെക്കൻഡ് സീറോ ബീറ്റ ആണെന്നും വിചാരിക്കാം. ഇത് കണ്ടീഷൻ പറയുന്ന സം ഓഫ് സീറോസ്, അതായത് ഏതൊക്കെയാണോ നമുക്ക് സീറോസ് കിട്ടുന്നത് ആ രണ്ട് സീറോസിന്റെ സം എടുക്കുക. അതായത് ആൽഫ പ്ലസ് ബീറ്റ എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആയിരിക്കും. ഈ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. മൈനസ് ഓഫ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അത് വിട്ടുപോകല്ലോ. മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി അല്ലേ? ഓക്കെ, ബി ആണ്. ഇനി അടുത്ത് നോക്കുക, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഏതാ? എ. ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൽഫയും ബീറ്റയും ഫൈൻഡ് ചെയ്തിട്ട് അവരെ ആഡ് ചെയ്യുക. അത് മൈനസ് ബി ബൈ എയോട് ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ്. സീറോസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ സീറോ ഏതൊക്കെയാണ്? ആൽഫയും ബീറ്റയുമാണ് നമ്മുടെ സീറോസ്. അങ്ങനെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടൈം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആയിരിക്കും. കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് ടൈം എന്താണ്? സി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അത് എ ആണ്. അപ്പോൾ സി ബൈ എ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6 ആണ്. അപ്പോൾ ഇതിന്റെ സീറോസ് ഫൈൻഡ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം, ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് 1, 2, 3 ഒക്കെ കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 4 കാണാൻ വരിക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്തിലേക്ക് പോകാം? ഡയറക്റ്റ് ഞാനിവിടെ സീറോസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 6 എന്ന് പറയുന്ന ഈ പോളിനോമിയലിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുന്ന മെത്തേഡിലൂടെ സോൾവ് ചെയ്തപ്പോൾ സീറോസ് കിട്ടി. അതിൽ ഫസ്റ്റ് സീറോ എന്ന് പറയുന്നത്, ഇതിൽ ഫസ്റ്റ് സീറോ 1, ഫസ്റ്റ് സീറോ 1, സെക്കൻഡ് സീറോ 1 ആൻഡ് സെക്കൻഡ് സീറോ 3. ഓക്കെ, നമുക്ക് രണ്ട് സീറോസ് ആണ്. അപ്പൊ ഇതില് ആൽഫ ആൻഡ് ബീറ്റ അല്ലെ? ആൽഫ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 3 ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു 1 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 3. നമുക്ക് ആ റിലേഷൻ ആണ് നോക്കണ്ട അല്ലെ? റിലേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് സീറോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു alpha plus beta. Sum of zeros that is equal to minus
ബി ബൈ എ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലെ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ബി ആരാണ് നോക്കാം. ബി ഈസ് ഈക്വൽ ടു -8, എ ഈസ് ഈക്വൽ ടു എന്താണ്? 2 ആണ്, ആൻഡ് സി ഈസ് ഈക്വൽ ടു 6 ആണ്. ഇത് ആരുടെയാണ്? ബി എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്, എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, സി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ ഏതാണ്? 1, ബീറ്റ എന്താണ്? 3 അല്ലെ. 1 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി അല്ലെ, മൈനസ് ഓഫ് ബി ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് ഓൾറെഡി 8 ആണ്. അപ്പൊ മൈനസ് ഓഫ് -8 ഡിവൈഡഡ് ബൈ എ ഇതാണ് 2 ആണ്. ആൻസർ എന്ത് വരും? 1 + 3 എന്ന് പറയുന്നത് 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഓഫ് -8 എന്ന് പറയുന്നത് +8 അല്ലെ, +8 ബൈ 2. അതിന്റെ ആൻസർ വരും 4 തന്നെ വരും. അപ്പോൾ ആൽഫ പ്ലസ്, അതായത് സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? -b ബൈ എ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറിനോട് എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ആ റിലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഒരു റിലേഷനോട് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ്, പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ, അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? സി ബൈ എ ആണ്, സി ബൈ എ. ആൽഫ ഇൻറ്റു ബീറ്റ, എന്ന് പറഞ്ഞാൽ 3 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് 6 ആണ് അല്ലെ, സി എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ബൈ എ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ, 2 ആണ്. അപ്പൊ 3 ഈസ് ഈക്വൽ ടു 6/2. 6/2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വാല്യൂ വരുന്നത്? 3 തന്നെയാണ്. അതായത് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നതിന്റെ വാല്യൂ 3 ആയിട്ട് വരുന്നു. സി ബൈ എയുടെ വാല്യൂ എന്ത് തന്നെ വരുന്നു? 3 തന്നെ വരുന്നു. അപ്പോൾ ഈ റിലേഷൻ എന്ത് തന്നെയാണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ റിലേഷൻ വെരിഫൈ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ax² + bx + c അല്ലെങ്കിൽ 2x² + 8x + c and verify the relationship between zeros and coefficient of the given polynomial എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സീറോസ് ഫൈൻഡ് ചെയ്യുക. സീറോസ് ഫൈൻഡ് ചെയ്തതിനു ശേഷം ഈ റിലേഷൻ, നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത ഈ റിലേഷൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. ഇനിയും നമുക്ക് ഇതേ റിലേഷൻ തന്നെ ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ കേസിലേക്ക് എടുക്കാം. ഇവിടെ ax³ + bx² + cx + d എന്ന് പറയുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് അറ്റ്മോസ്റ്റ് എത്ര എണ്ണം കാണും? 3 എണ്ണം വരെ കാണാം അല്ലെ, 3 നമ്പേഴ്സ് കാണാം. അതിൽ ഫസ്റ്റ് വൺ ആൽഫ, സെക്കൻഡ് വൺ ബീറ്റ ആൻഡ് തേർഡ് വൺ ഗാമ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഗിവൺ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് ആണ് ഇത് ആൽഫയും ബീറ്റയും ഗാമയും. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സീറോസും, അത് മാത്രമല്ല സീറോസും ഈ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റും തമ്മിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസിൽ സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്തതുപോലെ തന്നെ ഈ ക്യൂബിക് പോളിനോമിയലിന്റെ കേസിലും റിലേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? -b/a ആയിരിക്കും. അതുപോലെ തന്നെ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? c/a ആയിരിക്കും. ഓക്കെ, അടുത്തത് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ഈസ് ഈക്വൽ ടു -d/a ആയിരിക്കും, ആയിരിക്കും. ഈ റിലേഷനും കൂടി എന്ത് ചെയ്ത് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതും ചിലപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. കൂടുതലായിട്ട് ചോദിക്കുന്നത് ക്വാഡ്രാറ്റിക് ആണ്. ഇനി ക്യൂബിക്കിന്റെ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ റെഡി ആയിട്ട് ഇത് കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക.
കഴിഞ്ഞ ദിവസം എക്സസൈസ് 2.2-ലെ സീറോസ് ഫൈൻഡ് ചെയ്യാൻ മാത്രമാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സീറോസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് പോളിനോമിയലിന്റെ കോഎഫിഷ്യന്റും സീറോസും തമ്മിലുള്ള ആ ഒരു റിലേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ റിലേഷൻ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. അതായത് സീറോസും കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് ദ ഗിവൺ നമ്പർ ആസ് എ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നതിന് ശേഷം അതിന്റെ സീറോസ് എന്ത് ചെയ്യാണ്, കണ്ടുപിടിച്ചിട്ട് നമ്മൾ റിലേഷൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. നമുക്ക് പോളിനോമിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. അതായത് സീറോസ് തന്നിട്ടുണ്ട്, സീറോസിന്റെ സമ്മും പ്രോഡക്റ്റിന്റെയും ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ റിവേഴ്സ് ഓർഡറിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് എ ഗിവൺ നമ്പർ ആസ് എ സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നിരിക്കുന്ന സം ഓഫ് സീറോസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സീറോസും ആണ്. അപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എത്ര എന്ന് എഴുതാം, 1/4 എന്ന് എഴുതാം. അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ എന്നുള്ളത് എന്ത് എഴുതാം, -1 എന്നും നമുക്ക് എഴുതാം. ഇപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വൺ മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്തിട്ട് ഡൗട്ട് ഉള്ളത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കാം. ഇപ്പോൾ തന്നിരിക്കുന്നത് സം ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് സം ഓഫ് സീറോസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 1/4 ആണ്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/4. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് is equal to alpha into beta is equal to -1 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. -1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ is equal to 1/4 ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ is equal to -1. ഇവരെ തമ്മിൽ റിലേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ലെറ്റ് ദ പോളിനോമിയൽ, നമുക്ക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യണ്ട. ലെറ്റ് ദ പോളിനോമിയൽ be ax² പ്ലസ് bx പ്ലസ് c. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോളിനോമിയൽ ax² പ്ലസ് bx പ്ലസ് c ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ആണ് നമുക്ക്, കാരണം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോർമാറ്റ് ജനറൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ax² പ്ലസ് bx പ്ലസ് c ആണ്. ഇതാണ് നമ്മുടെ പോളിനോമിയൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി തന്നിരിക്കുന്ന കാര്യം നോക്കുക, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1/4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് കോഎഫിഷ്യന്റ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്തറിയാം, -b/a ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, 1/4 that is equal to -b/a. a എന്ന് പറയുന്നത് എന്തായിരിക്കും, if a is equal to 4 ആണെങ്കിൽ b എന്തായിരിക്കും, b is equal to -1 ആയിരിക്കും. കാരണം a is equal to 4 ആണെങ്കിൽ b എന്തായിരിക്കും, -1 ആയിരിക്കും. കാരണം b യുടെ വാല്യൂ +1 എന്നാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, മൈനസ് ഓഫ് b എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. അപ്പൊ -1 is equal to എന്തായിരിക്കും, 1 ആയിട്ട് മാറുന്നത്. അപ്പോൾ b എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, -1 ആയിരിക്കും. ഇനി അടുത്ത റിലേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, -1 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു -1, ദാറ്റ് ഈസ് ഈക്വൽ ടു c/a എന്ന് പറയുന്നത് എന്താണ്, c/a എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇതിൽ a യുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. a യുടെ വാല്യൂ
4 ആണെന്നുള്ള കാര്യം അറിയാം അല്ലെ. എയുടെ വാല്യൂ 4 ആണെന്നുള്ള കാര്യം അറിയാം അല്ലെ. എയുടെ വാല്യൂ 4 ആണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. അപ്പോ സി ഏത് വാല്യൂ വന്നു കഴിഞ്ഞാൽ -1 വരും. എന്തായിരിക്കും? -1 വരണമെങ്കിൽ എന്തായിരിക്കും? -4/4 ആയിരിക്കും. അതായത് C/A ആയിരിക്കും. കാരണം എയുടെ വാല്യൂ 4 ആണെന്നറിയാം. പിന്നെ ആൻസർ -1 വരണമെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും? -4 ആയിരിക്കും. കാരണം 1 വരണമെങ്കിൽ സെയിം നമ്പേഴ്സ് ആയിരിക്കണം. ഇതും സെയിം ആയിരിക്കണം, ഇതും സെയിം ആയിരിക്കണം. അപ്പോൾ ആൻസറിൽ മൈനസ് എന്ന് പറയുന്ന വാല്യൂ വരണമെങ്കിൽ അതിൽ ഒരെണ്ണം എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. എ +4 ആണെന്നറിയാം. പിന്നെ സി മാത്രമേ എന്താവാൻ സാധ്യതയുള്ളൂ? മൈനസ് ആവാൻ സാധ്യതയുള്ളൂ. therefore C is equal to എന്തായിരിക്കും? -4. C is equal to -4 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ അറിയാം, ബി അറിയാം, സി അറിയാം. നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ജനറൽ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലെ. 4x², ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് അല്ലെ. -x, സി എന്ന് പറയുന്നത് എന്താണ്? -4. ഓക്കെ, അപ്പൊ 4x² - x -4 എന്നുള്ളതാണ് നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പോളിനോമിയലിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. താങ്ക് യു.